മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വീണ്ടും ഒരു നോമ്പുകാലം നമ്മെ സമീപിക്കുകയാണ്. വിഭൂതി തിങ്കളാഴ്ച കുരിശുവര തിരുനാളോടുകൂടി നമ്മൾ നമ്മുടെ നോമ്പുകാലം ആരംഭിക്കുകയാണ്. നെറ്റിയിൽ ഭസ്മം പൂശിക്കൊണ്ട് നമ്മൾ നോമ്പുകാലം ആരംഭിക്കുമ്പോൾ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുക ഉചിതമാണ്. തീർച്ചയായും നമ്മൾ നെറ്റിയിൽ ഭസ്മം പൂശുമ്പോൾ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 19-ാം തിരുവചനമാണ്. മനുഷ്യ, നീ പൊടിയാകുന്നു, നീ പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ആത്മീയ മനുഷ്യനെക്കുറിച്ചും ഭൗതിക മനുഷ്യനെക്കുറിച്ചുമാണ്. നമ്മളെല്ലാവരും ഭൗതിക മനുഷ്യരും ആത്മീയ മനുഷ്യരുമാണ്. ഭൗതിക മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുന്നു. അവന് ശരീരമുണ്ട്, ശാരീരികമായ അഭിലാഷങ്ങളുണ്ട്. എന്നാൽ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഒരു ആത്മീയ മനുഷ്യനും കൂടെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഇന്നേ ദിവസം നമ്മളെല്ലാവരും അനുസ്മരിക്കണം. തീർച്ചയായും ഒരു പടി മുന്നോട്ട് പോകേണ്ട ഒരു അവസരമാണ്. നമ്മൾ പലപ്പോഴും കാട്ടുതീ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കാട്ടുതീ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഒരു പ്രദേശം മുഴുവനും ആ കാട്ടുതീ അത് കത്തിച്ച് ആ പ്രദേശം മുഴുവൻ ചാമ്പലാക്കും. ഒന്നും അവിടെ അവശേഷിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. അവിടെ നമ്മൾ വിചാരിക്കും, ഇനി ഇവിടെ ഒന്നുമില്ല, എല്ലാം അവസാനിച്ചു. എന്നാൽ പുതുമഴ പെയ്യുമ്പോൾ വീണ്ടും അവിടെ പുതിയ ജീവൻ അവിടെ ഉണർന്നു വരുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു കാട്ടുതീ വന്ന് നിലം പരിശാക്കിയ തരിശുഭൂമിയാക്കിയ പ്രദേശം പുതു മഴ പെയ്തു കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് വൃക്ഷങ്ങളും സസ്യലതാദികളും നിറഞ്ഞു നിന്ന് ഫലഭൂഷ്ടമായ ഒരു പ്രദേശമായി മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാട്ടുതീ ആളി കത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന്. പലപ്പോഴും ഭൗതിക മനുഷ്യൻ മരണത്തോടുകൂടി ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ അവിടെ എല്ലാം തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. അത് പുതിയ ജീവനിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ആത്മീയ മനുഷ്യൻ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം കാണുന്നു: മനുഷ്യൻ മണ്ണിലേക്ക് ചേരുന്നു, ആത്മാവ് ദൈവത്തിങ്കിലേക്ക്. നമ്മുടെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുകയും മനുഷ്യ ശരീരം ഈ മണ്ണിലേക്ക് ചേരുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് നമ്മളെപ്പോഴും കാണുന്നത്. നമ്മളെത്ര സമർത്ഥരായാലും മരണം നമ്മളെ പിടികൂടുമെന്നുള്ളത് സുനിശ്ചിതമാണ്. ഈ വിഭൂതി ബുധനാഴ്ച നമ്മൾ ചിന്തിക്കേണ്ട കാര്യവും അതുതന്നെയാണ്. മരണം നമ്മളെ പിടികൂടുമ്പോൾ തീർച്ചയായും നമ്മൾ ഭൗതിക മനുഷ്യൻ അവിടെ മണ്ണിനോട് മണ്ണായിത്തീരും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ആത്മീയ മനുഷ്യൻ, നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകും. ആത്മീയ മനുഷ്യരായി തീരാൻ, ആത്മാവിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ കുരിശ് വരച്ച് നമ്മൾ ഈ നോമ്പുകാലം ആരംഭിക്കുമ്പോൾ അമേത്യക്കാരനായ ഒരു മനുഷ്യൻ അവിടെ ഒരു കല്ലറ പണിതു. ആ കല്ലറയിലാണ് കർത്താവിനെ അടക്കിയത്. ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, പുനരുത്ഥാനം ചെയ്യുന്ന ഒരു മനുഷ്യനെ, ഒരു കർത്താവിനെ അടക്കുവാൻ വേണ്ടിയിട്ടാണ് ആ കല്ലറ അവിടെ പണിയുന്നത്. ഒരുപക്ഷെ നമ്മുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കല്ലറയെക്കുറിച്ചാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമുക്കെല്ലാവർക്കും ഒരു ഉയർപ്പുണ്ടെന്നും ആത്മീയ മനുഷ്യനായി നമ്മൾ മാറുമെന്നും ഈ ദിവസം നമുക്ക് ചിന്തിക്കാം. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ എവിടെയാണ്? അതിനുള്ള മറുപടി, ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇവിടെയാണ്. ഒരുപക്ഷെ ഈ നോമ്പ് കാലത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം ഇത് മാത്രമാണ്: ഞാൻ എവിടെയാണ്, ഞാൻ ഇന്ന സ്ഥലത്താണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ഒന്ന് കടന്നു വരുവാൻ, ആത്മീയ മനുഷ്യരായി തീരുവാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്.
ദാനധർമ്മത്തിലൂടെയും പാപപരിഹാര പ്രവൃത്തികളിലൂടെയും വചനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെയും ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമായി നമുക്ക് മാറ്റാം. പുതുജീവൻ നമ്മിൽ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും ദൈവികമായ ഒരു ജീവൻ നൽകുന്ന ഈ നോമ്പുകാലം പുണ്യപ്രവൃത്തികളുടെ ഒരു കാലമായി തീരട്ടെ. മിശിഹാനാഥൻ നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും.